ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജി എസ് ടിയിലെ കോമ്പോസിഷൻ ലെവിയെക്കുറിച്ചാണ്. കോമ്പോസിഷൻ ലെവി എന്ന് പറയുന്നത് അതിനെ സംബന്ധിച്ച നിയമവശങ്ങൾ സെക്ഷൻ 10 CGST SGST ആക്റ്റുകളിലെ സെക്ഷൻ 10 ആണ് കോമ്പോസിഷൻ ലെവിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അതുപോലെ തന്നെ CGST SGST റൂൾസിലെ റൂൾസ് 3 to 7, നോട്ടിഫിക്കേഷൻ നമ്പർ 14/2019 സെൻട്രൽ ടാക്സ് ഡേറ്റഡ് 7/3/2019 as amended by notification number 4/2022 central tax dated 31/3/2022. എൻ്റെ പേര് ജോയ് CL. ഞാൻ സെൻട്രൽ എക്സൈസ് കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും റിട്ടയർ ചെയ്ത സൂപ്രണ്ടൻ്റാണ്. CGST SGST ആക്റ്റുകളിൽ നോർമൽ ലെവി ആൻഡ് കളക്ഷൻ, ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ നോർമൽ ലെവി ആൻഡ് കളക്ഷൻ ഡീൽ ചെയ്യുന്നത് സെക്ഷൻ 9 ആണ്. സെക്ഷൻ 9 5 സബ്സെക്ഷൻസ് ഉണ്ട്. അതിലൊന്നാമത്തെ സബ്സെക്ഷൻ ഫോർവേഡ് ചാർജിനെ കുറിച്ച് പറയുന്നു. ഫോർവേഡ് ചാർജ് എന്ന് പറയുമ്പോൾ ഒരു സപ്ലൈ നടക്കുമ്പോൾ അതിൻ്റെ ടാക്സ് കൊടുക്കേണ്ടത് സപ്ലയറാണ്. ഇനി സെക്ഷൻ 9 സബ്സെക്ഷൻ 2 അത് പറയുന്നത് 5 പെട്രോളിയം പ്രോഡക്ട്സിൻ്റെ GST ഡെഫർ ചെയ്തിരിക്കുകയാണ്. ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ കൊണ്ടുവരുന്നത് വരെ 5 പെട്രോളിയം പ്രോഡക്ട്സ് GSTയിൽ ഉണ്ടാവില്ല, അതിൻ്റെ പെർവ്യൂവിൽ ഉണ്ടാവില്ല. സെക്ഷൻ 9(3) റിവേഴ്സ് ചാർജിനെ കുറിച്ചാണ് പറയുന്നത്. റിവേഴ്സ് ചാർജ് എന്ന് പറയുന്നത് റെസിപ്പിയൻ്റാണ് ഗുഡ്സ് ആയാലും സർവീസ് ആയാലും ടാക്സ് കൊടുക്കേണ്ടത്. ഇതിൻ്റെ ലയബിലിറ്റി ടു പേ ടാക്സ് റെസിപ്പിയൻറ്റിനാണ്. അത് നോട്ടിഫൈ ചെയ്ത ഗുഡ്സും സർവീസസും. അത്തരം ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ടാക്സ് കൊടുക്കേണ്ടത് റെസിപ്പിയൻ്റാണ്. 9(4)ഉം റിവേഴ്സ് ചാർജ് തന്നെയാണ്. 9(4) രജിസ്റ്റേർഡ് റെസിപ്പിയൻ്റ് അൺരജിസ്റ്റേർഡ് സപ്ലയറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന നോട്ടിഫൈഡ് സപ്ലൈക്ക് രജിസ്റ്റേർഡ് റെസിപ്പിയൻ്റാണ് ടാക്സ് കൊടുക്കേണ്ടത്. നേരത്തെ പറഞ്ഞു ഡിഫറൻസ് ബിറ്റ്വീൻ 9(3) ആൻഡ് 9(4) ഒന്നും കൂടി വിശദമാക്കാം. 9(3)ഉം 9(4)ഉം റിവേഴ്സ് ചാർജ് തന്നെയാണ്. 9(3) നോട്ടിഫൈഡ് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ടാക്സ് റെസിപ്പിയൻ്റ് കൊടുക്കണം. ആ റെസിപ്പിയൻ്റ് എല്ലായ്പ്പോഴും രജിസ്റ്റേർഡ് ആയിരിക്കും. 9(4) പ്രകാരം അതും റിവേഴ്സ് ചാർജ് തന്നെയാണ്. രജിസ്റ്റേർഡ് റെസിപ്പിയൻ്റ് നോട്ടിഫൈ ചെയ്ത ഗുഡ്സ് ആൻഡ് സർവീസസ് അൺരജിസ്റ്റേർഡ് സപ്ലയറുടെ കയ്യിൽ നിന്നും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ടാക്സ് രജിസ്റ്റേർഡ് റെസിപ്പിയൻ്റാണ് കൊടുക്കേണ്ടത്. ഇനി 9(5) ആണ്. അത് ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ ഏതെങ്കിലും നോട്ടിഫൈഡ് സർവീസസ് ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്ററിൽ കൂടിയാണ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ടാക്സ് കൊടുക്കാനുള്ള ബാധ്യത ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർക്ക് തന്നെയാണ്, സപ്ലയർക്കല്ല. ഇനി ഇത് നോർമൽ ലെവി ആൻഡ് കളക്ഷനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി സെക്ഷൻ 10 കോമ്പോസിഷൻ ലെവി. സെക്ഷൻ 10 സബ്സെക്ഷൻ 1 and 2 CGST ആക്ടിൻ്റെയും SGST ആക്ടിൻ്റെയും അത് ഡീൽ ചെയ്യുന്നത് എക്സ്ക്ലൂസീവ് സപ്ലയേഴ്സ് ഓഫ് ഗുഡ്സ് ആൻഡ് റെസ്റ്റോറൻറ്റ് സർവീസസ്. 2 തരത്തിലുള്ള രജിസ്റ്റേർഡ് പേഴ്സൺസിനെയാണ് അത് ബാധിക്കുന്നത്. ഒന്ന്
ഗുഡ്സ് മാത്രം സപ്ലൈ ചെയ്യുന്ന രജിസ്റ്റേർഡ് പേഴ്സൺ. മറ്റത് റെസ്റ്റോറൻറ്റ് സർവീസ് സപ്ലൈ ചെയ്യുന്ന രജിസ്റ്റേർഡ് പേഴ്സൺ. ഇനി സെക്ഷൻ 10 സബ്സെക്ഷൻ 2A CGST ആക്ടിൻ്റെയും SGST ആക്ടിൻ്റെയും സപ്ലൈർ സർവീസസ് എക്സെപ്റ്റ് റെസ്റ്റോറൻറ്റ് സർവീസസ് ആൻഡ് മിക്സഡ് സപ്ലൈേഴ്സ്. അതായത് റെസ്റ്റോറൻറ്റ് സർവീസ് ഒഴിച്ചുള്ള സർവീസസ് സപ്ലൈ ചെയ്യുന്ന രജിസ്റ്റേർഡ് പേഴ്സൺ, പിന്നെ ഗുഡ്സും സർവീസസും സപ്ലൈ ചെയ്യുന്ന രജിസ്റ്റേർഡ് പേഴ്സൺ. ഇതിൻ്റെയും റൂൾസ് 3 to 7 ഓഫ് CGST SGST റൂൾസാണ്. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ നമ്പർ 14/2019 സെൻട്രൽ ടാക്സ്. എന്താണ് കോമ്പോസിഷൻ ലെവി ഓപ്റ്റ് ചെയ്താലുള്ള അഡ്വാൻറ്റേജസ്, എന്താണ് ഡിസഡ്വാൻറ്റേജസ്? അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ലെസ്സർ കംപ്ലയൻസ് പ്രൊസീജിയേഴ്സ്. GST റെജിമിൽ ധാരാളം റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ടതുണ്ട്, മന്ത്ലി ടാക്സ് പേയ്മെൻ്റ് ഉണ്ട്. പക്ഷേ കോമ്പോസിഷൻ ലെവി ഓപ്റ്റ് ചെയ്താൽ കംപ്ലയൻസ് പ്രൊസീജിയേഴ്സ് കുറവാണ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ടാക്സ് റേറ്റ് കുറവാണ്, ലോവർ ടാക്സ് റേറ്റ്. പിന്നെ ടാക്സ് കൊടുക്കേണ്ടത് ടേൺ ഓവർ ഇൻ സ്റ്റേറ്റ് ആണ്. അത് ഡീലേഴ്സിൻ്റെ കേസിലാണെങ്കിൽ ടാക്സബിൾ സപ്ലൈസിൻ്റെ ടേൺ ഓവർ ഇൻ സ്റ്റേറ്റുമേ കൊടുത്താൽ മതി. ടാക്സ് കൊടുക്കേണ്ടത് ക്വാർട്ടർലി ബേസിസിലാണ്, 3 മാസം കൂടുമ്പോൾ കൊടുത്താൽ മതി. ഓരോ ക്വാർട്ടറിലും ടാക്സ് കൊടുത്താൽ മതി. റിട്ടേൺ കൊടുക്കേണ്ടത് ക്വാർട്ടർലി റിട്ടേൺസ് ആണ്. ഇനി എന്താണ് ഡിസഡ്വാൻറ്റേജസ്? കോമ്പോസിഷൻ ലെവി ഓപ്റ്റ് ചെയ്താൽ ആ രജിസ്റ്റേർഡ് പേഴ്സന് കിട്ടുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന്മേലുള്ള ടാക്സിൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ പറ്റില്ല അദ്ദേഹത്തിന്. അത് സെക്ഷൻ 17(5)(e) പ്രകാരം ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് ആണ്. മാത്രമല്ല കോമ്പോസിഷൻ ലെവി ഓപ്റ്റ് ചെയ്ത ഒരു രജിസ്റ്റേർഡ് പേഴ്സന് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മറ്റേ എൻഡിൽ റെസിപ്പിയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടില്ല. അപ്പോൾ ഇവിടെ ടാക്സ് എന്ന് പറയുന്നത് കോമ്പോസിഷൻ ലെവിയിലുള്ള രജിസ്റ്റേർഡ് പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ടാക്സ് വിൽ ഫോം പാർട്ട് ഓഫ് കോസ്റ്റ്, അതൊരു കോസ്റ്റായിട്ട് വരും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ടാക്സ് കൊടുക്കേണ്ടത് ടേൺ ഓവർ ഇൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ടേൺ ഓവർ ഇൻ യൂണിയൻ ടെറിട്ടറി ആയിട്ടാണ്. എന്താണ് ടേൺ ഓവർ ഇൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ടേൺ ഓവർ ഇൻ യൂണിയൻ ടെറിട്ടറി? അതിൻ്റെ കോമ്പണൻസ് എന്താണ്? ഒന്ന്, ടാക്സബിൾ ഔട്ട്വേർഡ് സപ്ലൈസ്. അതിൽ RCM സപ്ലൈസ്, റിവേഴ്സ് ചാർജ് കൊടുക്കേണ്ട സപ്ലൈസ് ഒഴിവാക്കിയിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല, കാരണം റിവേഴ്സ് ചാർജ് കൊടുക്കേണ്ടത് ഇൻപുട്ട് സപ്ലൈയിന്മേലാണ്. നമ്മൾ ടേൺ ഓവർ ഇൻ സ്റ്റേറ്റ് കണക്കൂട്ടുന്നത് ഔട്ട്വേർഡ് സപ്ലൈസിന്മേലാണ്. അപ്പോൾ ആദ്യം വരുന്നത് ടാക്സബിൾ ഔട്ട്വേർഡ് സപ്ലൈസ്, രണ്ടാമത് എക്സെംപ്റ്റ് സപ്ലൈസ്, മൂന്നാമത് എക്സ്പോർട്ട് സപ്ലൈസ്, നാലാമത് ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈസ് മെയ്ഡ് ബൈ ദ ടാക്സബിൾ പേഴ്സൺ ഫ്രം ദ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിൽ നിന്നോ ഒരു യൂണിയൻ ടെറിട്ടറിയിൽ നിന്നോ ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ചെയ്യുന്ന ടാക്സബിൾ ഔട്ട്വേർഡ് സപ്ലൈസ്, എക്സെംപ്റ്റ് സപ്ലൈസ്, എക്സ്പോർട്ട് സപ്ലൈസ്, ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈസ്, ഇതിൻ്റെയൊക്കെ ആകെത്തുകയാണ് ടേൺ ഓവർ ഇൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ടേൺ ഓവർ ഇൻ യൂണിയൻ ടെറിട്ടറി. ഇനി ഇതിൽ എന്തൊക്കെയാണ് എക്സ്ക്ലൂഷൻസ് ഉള്ളത്? ടാക്സസ് ലെവീഡ് അണ്ടർ GST ലോസ്, ഇൻട്രസ്റ്റ് ഓർ ഡിസ്കൗണ്ട്സ് ഓൺ ഡെപ്പോസിറ്റ്സ്, ലോൺസ് ആൻഡ് അഡ്വാൻസസ്. അപ്പോൾ CGST, SGST, IGST, കോമ്പൻസേഷൻ സെസ് ഇവയൊന്നും
ടേൺ ഓവർ ഇൻ സ്റ്റേറ്റിലോ ടേൺ ഓവർ ഇൻ യൂണിയൻ ടെറിട്ടറിയിലോ വരില്ല. അതുപോലെ തന്നെ ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളവിടെ ആരെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്മേലുള്ള ഇൻട്രസ്റ്റ്, ഡിസ്കൗണ്ട് ഓൺ ഡെപ്പോസിറ്റ്സ്, ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഇവയൊന്നും ടേൺ ഓവർ ഇൻ സ്റ്റേറ്റിൽ വരില്ല. ഇനി അടുത്തായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കണ്ടീഷൻസ് ഓഫ് എലിജിബിലിറ്റി ആണ്. അത് നമുക്ക് രണ്ട് ഭാഗമായിട്ടാണ് കണ്ടീഷൻസ് എലിജിബിലിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തേത് സെക്ഷൻ 10 സബ്സെക്ഷൻസ് 1 and 2. അത് പ്രതിപാദിക്കുന്നത് ഒന്ന് എക്സ്ക്ലൂസീവ് സപ്ലൈസ് ഓഫ് ഗുഡ്സ്, അതായത് ചരക്കുകൾ മാത്രം സപ്ലൈ ചെയ്യുന്ന ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ. മറ്റേത് റെസ്റ്റോറൻറ്റ് സർവീസസ് സപ്ലൈ ചെയ്യുന്ന രജിസ്റ്റേർഡ് പേഴ്സൺ. ഇവർക്ക് ഈ സ്കീം ബാധകമാകണമെങ്കിൽ കഴിഞ്ഞ പ്രീവിയസ് ഫൈനാൻഷ്യൽ ഇയറിലെ അഗ്രിഗേറ്റ് ടേൺ ഓവർ, നേരത്തെ പറഞ്ഞ ടേൺ ഓവർ ഇൻ സ്റ്റേറ്റിനെ കുറിച്ചാണ്, ഇപ്പോൾ നമ്മൾ പറയുന്നത് അഗ്രിഗേറ്റ് ടേൺ ഓവറിനെ കുറിച്ചാണ്. അഗ്രിഗേറ്റ് ടേൺ ഓവർ 1.5 കോടി വരെയേ പാടുള്ളൂ. 1.5 കോടിയിൽ മീതെ പോയാൽ ഈ സ്കീമിലേക്ക് കടക്കാൻ പറ്റില്ല, സ്കീം ഇനെലിജിബിളാണ്. അതുപോലെ തന്നെ കറൻറ്റ് ഫൈനാൻഷ്യൽ നടപ്പ് സാമ്പത്തിക വർഷത്തിലും 1.5 കോടിയിൽ കൂടുതൽ വരാൻ പാടില്ല. എന്നാണ് 1.5 കോടിയിൽ കൂടുതൽ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഈ രജിസ്റ്റേർഡ് പേഴ്സൺ അത് ക്രോസ് ചെയ്യുന്നത്, അന്നു മുതൽ അദ്ദേഹം സാധാരണ നിലയ്ക്കുള്ള ടാക്സ് കൊടുക്കേണ്ടവരും സെക്ഷൻ 9 ഷിഫ്റ്റ് ചെയ്യേണ്ടവരും. ഇനി ഈ ത്രഷോൾഡ് ലിമിറ്റ് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ 75 lakhs ആണ്. ഇവരെ ബിൽ ഓഫ് സപ്ലൈ ആണ് ഇഷ്യൂ ചെയ്യേണ്ടത്. കാരണം ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ കോമ്പോസിഷൻ ലെവി ഓപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു രജിസ്റ്റേർഡ് പേഴ്സന് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അവർ ഇഷ്യൂ ചെയ്യേണ്ടത് ബിൽ ഓഫ് സപ്ലൈ ആണ്. മാത്രമല്ല ഇൻവോയ്സിന്മേൽ കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ നോട്ട് എലിജിബിൾ ടു കളക്ട് ടാക്സ് ഓൺ സപ്ലൈസ് എന്നും കൂടി എഴുതണം. ഇനി അവരുടെ ബിസിനസ് പ്രൊമൈസസിൽ GST നമ്പർ എഴുതി വെക്കണം എന്ന നിബന്ധനയുണ്ട്. അതിൻ്റെ താഴെ തന്നെ അല്ലെങ്കിൽ അരികിലായിട്ട് കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ എന്നും എഴുതി വെക്കണം. ഓരോ ഫൈനാൻഷ്യൽ ഇയറിലും പുതുതായിട്ട് ഇൻറ്റിമേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരിക്കൽ ഇൻറ്റിമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഫൈനാൻഷ്യൽ ഇയറിലും ആ ഇൻറ്റിമേഷൻ ബാധകമാണ്. അതിൽ നിന്നും റിവേർട്ട് ചെയ്ത് നോർമൽ ലെവിയിലേക്ക് പോകുമ്പോൾ മാത്രം ഇൻറ്റിമേഷൻ കൊടുത്താൽ മതി. ഇനി നേരത്തെ പറഞ്ഞു സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സിന് 75 lakhs ആണ് ത്രഷോൾഡ് ലിമിറ്റ്. അതായത് പ്രീവിയസ് ഇയറിലെ സാധാരണ സ്റ്റേറ്റുകൾക്കൊക്കെ 1.5 crores മീതെ പോയാൽ കോമ്പോസിഷൻ ലെവി ഇനെലിജിബിൾ ആവും. പക്ഷേ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം 75 lakhs ഇതിൽ മീതെ പോയാൽ അവർ കോമ്പോസിഷൻ ലെവിയിൽ നിന്നും പുറത്താവും. ഏതൊക്കെയാണ് കോമ്പോസിഷൻ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ്? മണിപ്പൂർ, മേഘാലയ, മിസോറാം, ത്രിപുര, ഉത്തരാഖണ്ഡ്, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, സിക്കിം. ഇങ്ങനെ 1, 2, 3, 4, 5, 6, 7, 8 സ്റ്റേറ്റ്സാണ് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സായിട്ട് നമ്മൾ GST നിയമം അംഗീകരിച്ചിട്ടുള്ളത്. അതിന് ഷോർട്ടായിട്ട് ഞാനൊരു ഒരു ഷോർട്ട് ഫോമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് M3, മണിപ്പൂർ, മേഘാലയ, മിസോറാം. M3 TUNAS, TUNAS, ത്രിപുര, ഉത്തരാഖണ്ഡ്, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, സിക്കിം. ഇത് ഓർമ്മിക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഒരു ആൾക്ക് ഒരു പാനിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഒരു പാൻ ഹോൾഡ് ചെയ്യുന്ന ഒരാൾക്ക് ഈ 8 സ്റ്റേറ്റ്സിൽ ഏതെങ്കിലും ഒന്നിൽ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് മറ്റെല്ലാ രജിസ്ട്രേഷനും ഇത് ബാധകമാവും. 75 lakhs മീതെ അദ്ദേഹത്തിൻ്റെ ഓൾ ഇന്ത്യ ടേൺ ഓവർ ഇൻ സ്റ്റേറ്റ് കൂടാൻ പാടില്ല.
ഇനി ആരൊക്കെയാണ് ഇപ്പോൾ ഇതുവരെ നമ്മൾ എലിജിബിലിറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ആരൊക്കെയാണ് ഈ ആദ്യത്തെ സ്കീമിൽ, അതായത് ഗുഡ്സിൻ്റെയും എക്സ്ക്ലൂസീവ് സപ്ലയേഴ്സ് ഓഫ് ഗുഡ്സിൻ്റെയും റെസ്റ്റോറൻറ്റ് സർവീസസിൻ്റെയും സ്കീമിൽ, കോമ്പൻസേഷൻ ലെവി സ്കീമിൽ എലിജിബിൾ അല്ലാത്തവർ? സപ്ലയേഴ്സ് ഓഫ് സർവീസസ് അതർ ദാൻ റെസ്റ്റോറൻറ്റ് സർവീസസ്. റെസ്റ്റോറൻറ്റ് സർവീസസ് ഇതിൽ പെടും, അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. അത് ഈ സെക്ഷൻ 10 സബ്സെക്ഷൻ 1 and 2 പെർവ്യൂവിൽ വരും. അതേസമയം റെസ്റ്റോറൻറ്റ് സർവീസ് അല്ലാത്ത സർവീസ് സപ്ലൈ ചെയ്യുന്ന ആൾക്ക് ഈ ആദ്യത്തെ സ്കീം ബാധകമല്ല. സെക്ഷൻ 10 സബ്സെക്ഷൻ 1 and 2 സ്കീം ബാധകമല്ല. ഇൻ്റർസ്റ്റേറ്റ് ഔട്ട്വേർഡ് സപ്ലയേഴ്സ് ഇൻ ദ കറൻറ്റ് ഫൈനാൻഷ്യൽ ഇയർ. ഇൻ്റർസ്റ്റേറ്റ് ഔട്ട്വേർഡ് സപ്ലൈസ് ഇൻ ദ കറൻറ്റ് ഫൈനാൻഷ്യൽ ഇയർ, അതായത് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ നിങ്ങൾക്ക് ഔട്ട്വേർഡ് സപ്ലൈസ്, ഇൻ്റർസ്റ്റേറ്റ് സ്റ്റേറ്റിന് പുറത്തേക്ക് സപ്ലൈ ഉണ്ടെങ്കിൽ അത്തരക്കാർക്ക് ഈ സ്കീം ബാധകമല്ല. അതേസമയം തലേ ഫൈനാൻഷ്യൽ ഇയർ, ഇപ്പോൾ പ്രീവിയസ് ഫൈനാൻഷ്യൽ ഇയറിൽ ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. മാത്രമല്ല നടപ്പ് സാമ്പത്തിക വർഷത്തിലായാലും ഇൻവേർഡ് സപ്ലൈസ് നമുക്ക് റിസീവ് ചെയ്യാം, ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈസ് റിസീവ് ചെയ്യാം, അപ്പോഴും കുഴപ്പമില്ല. ഈ സ്കീമിൽ നമ്മൾ ഉൾപ്പെടും. അടുത്ത ഇനെലിജിബിലിറ്റി എന്ന് പറയുന്നത് സപ്ലയേഴ്സ് ഓഫ് നോൺ GST ഗുഡ്സ് ഓർ സർവീസസ് ഇൻ ദ കറൻറ്റ് ഫൈനാൻഷ്യൽ ഇയർ. തലേ ഫൈനാൻഷ്യൽ ഇയർ ആണെങ്കിൽ കുഴപ്പമില്ല. ഏതൊക്കെയാണ് നോൺ GST സപ്ലൈസ്? ആൽക്കഹോൾ ഫോർ ഹ്യൂമൻ കൺസംഷൻ, അത് സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. ആൽക്കഹോൾ ഫോർ ഹ്യൂമൻ കൺസംഷന്മേലുള്ള ഡ്യൂട്ടി, സ്റ്റേറ്റ് എക്സൈസ് ഡ്യൂട്ടി കളക്ട് ചെയ്യുന്നത് സ്റ്റേറ്റുകളാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ 5 പെട്രോളിയം പ്രോഡക്ട്സ്, അവ ഇപ്പോൾ 5 പെട്രോളിയം പ്രോഡക്ട്സ് GSTയുടെ പെർവ്യൂവിൽ ഇല്ല. അതുകൊണ്ട് ഇവയൊക്കെ നോൺ GST ഗുഡ്സാണ്, നോൺ GST സപ്ലൈസാണ്. ഇവ സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ കറൻറ്റ് ഫൈനാൻഷ്യൽ ഇയറിൽ ഇവ സപ്ലൈ ചെയ്യുന്ന ഒരു രജിസ്റ്റേർഡ് പേഴ്സന് ഈ സ്കീം ബാധകമാവില്ല. അടുത്ത ഇനെലിജിബിലിറ്റി എന്ന് പറയുന്നത് സപ്ലയേഴ്സ് ത്രൂ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ റിക്വയർഡ് ടു കളക്ട് ടാക്സ് അറ്റ് സോഴ്സ് അണ്ടർ സെക്ഷൻ 52. നേരത്തെ ഒരു കാര്യം പറഞ്ഞു, സെക്ഷൻ 9(5) നോട്ടിഫൈഡ് സർവീസസ് ഡ്യൂട്ടി കൊടുക്കേണ്ടത് ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്ററാണ്. അതിൽ നോട്ടിഫൈഡ് സർവീസസ് ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്ററിൽ കൂടിയാണ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ടാക്സ് കൊടുക്കേണ്ടത് ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്ററാണ്. എന്നാൽ അത് സർവീസസിന് മാത്രം, നോട്ടിഫൈഡ് സർവീസസിന് മാത്രം. എന്നാൽ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്ററിൽ കൂടെ സപ്ലൈ ചെയ്യുന്ന നോട്ടിഫൈ ചെയ്യാത്ത ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ട്. അവയിന്മേൽ TCS ടാക്സ് സോഴ്സിൽ കളക്ട് ചെയ്യാനുള്ള ബാധ്യതയുണ്ട് ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർക്ക്. അത്തരം ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്ററിൽ കൂടെ സപ്ലൈ ചെയ്യുന്ന സപ്ലയേഴ്സ്, അവർക്ക് ഈ സ്കീം ബാധകമാവില്ല. അടുത്ത ഇനെലിജിബിലിറ്റി എന്ന് പറയുന്നത് മാനുഫാക്ചറേഴ്സ് ഓഫ് നോട്ടിഫൈഡ് ഗുഡ്സ്. നോട്ടിഫിക്കേഷൻ നമ്പർ 14/2019 സെൻട്രൽ ടാക്സ് പ്രകാരം ഗുഡ്സ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം നോട്ടിഫൈ ചെയ്ത ഗുഡ്സിൻ്റെ മാനുഫാക്ചറേഴ്സിന് ഈ സ്കീം ബാധകമല്ല. എന്നാൽ അവ ഡീലേഴ്സിന് ബാധകമായിരിക്കും. മാനുഫാക്ചറേഴ്സ് ഓഫ് നോട്ടിഫൈഡ് ഗുഡ്സ് അണ്ടർ നോട്ടിഫിക്കേഷൻ 14/2019 സെൻട്രൽ ടാക്സിന് മാത്രമാണ് ഇത് ബാധകമല്ലാത്തത്. അവ നോർമൽ ലെവലിലേക്ക് പോകേണ്ടി വരും. അടുത്തത് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺസ് ആൻഡ് നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺസ്, അവർക്കും ഈ സ്കീം ബാധകമാവില്ല. ഇനി നേരത്തെ പറഞ്ഞു ആദ്യത്തെ സ്കീം 2 സ്കീമായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. ഒന്ന് എക്സ്ക്ലൂസീവ് സപ്ലയേഴ്സ് ഓഫ് ഗുഡ്സ് ആൻഡ് റെസ്റ്റോറൻറ്റ് സർവീസസ്. അപ്പോൾ ഈ എക്സ്ക്ലൂസീവ് സപ്ലയേഴ്സ് ഓഫ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ സർവീസസ് സപ്ലൈ ചെയ്യാൻ പാടില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. എന്നാൽ
ഒരു കൺസെഷൻ കൊടുത്തിട്ടുണ്ട്. 10% വരെ ടേൺ ഓവർ ഇൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ടേൺ ഓവർ ഇൻ യൂണിയൻ ടെറിട്ടറിയിലെ 10% വരെ അല്ലെങ്കിൽ 5 ലക്ഷം വരെ ഏതാണ് കൂടുതൽ അത്രയും സർവീസ് സപ്ലൈ ചെയ്ത ഒരാൾക്ക് ഈ സ്കീമിലേക്ക് വരാം. റെസ്റ്റോറൻറ്റ് സർവീസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ 10% ടേൺ ഓവർ ഇൻ സ്റ്റേറ്റ് ഇൻ ദ പ്രീവിയസ് ഫൈനാൻഷ്യൽ അല്ലെങ്കിൽ 5 ലക്ഷം ഏതാണ് കൂടുതൽ. അപ്പോൾ 5 ലക്ഷമാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അത്രയും സർവീസ് സപ്ലൈ ചെയ്താൽ അതിൽ റെസ്റ്റോറൻറ്റ് സർവീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം റെസ്റ്റോറൻറ്റ് സർവീസിന് ഈ സ്കീം ബാധകമാണ്. അപ്പോൾ ഇത്രയും സർവീസ് റെൻഡർ ചെയ്താൽ അല്ലെങ്കിൽ സപ്ലൈ ചെയ്താൽ അവർക്ക് ഈ സ്കീമിൽ എലിജിബിലിറ്റി ഉണ്ട്. ഇതിൽ ഈ സർവീസസ് ഓഫ് ഡെപ്പോസിറ്റ്സ്, ലോൺസ്, അഡ്വാൻസസ് അവ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ടേൺ ഓവർ ഇൻ സ്റ്റേറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇനി അടുത്തത് ടേൺ ഓവർ ഇൻ സ്റ്റേറ്റിലും അഗ്രിഗേറ്റ് ടേൺ ഓവറിലും ഈ സർവീസസ് ഓഫ് ഡെപ്പോസിറ്റ്സ്, ലോൺസ്, അഡ്വാൻസസ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഈ കോമ്പോസിഷൻ ലെവിക്ക് വേണ്ടി മാത്രം. ഇനി all RPs registered persons having same PAN to opt composition scheme. നിങ്ങൾക്ക് മറ്റ് ഒരു സ്റ്റേറ്റിലല്ല പല സ്റ്റേറ്റുകളിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഉണ്ട് ഒരു പാനിൽ. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന് മാത്രമായിട്ടോ അല്ലെങ്കിൽ ഒരു രജിസ്റ്റേർഡ് പ്രൊമൈസസിന് മാത്രമായിട്ടോ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്താൽ ആ പാനിലുള്ള എല്ലാ രജിസ്ട്രേഷനും കോമ്പോസിഷൻ സ്കീം ബാധകമാവും. ഏതെങ്കിലും ഒരെണ്ണം സ്കീമിന് പുറത്ത് പോകുന്നുണ്ടെങ്കിൽ ആ പാനിലുള്ള എല്ലാ രജിസ്ട്രേഷനും സ്കീമിൽ നിന്നും പുറത്തേക്ക് പോകണം. ഇനി നേരത്തെ പറഞ്ഞു 14/2019 കുറിച്ച് നമ്മൾ പറഞ്ഞു. ഏതൊക്കെ ഗുഡ്സാണ് മാനുഫാക്ചറേഴ്സ് ഓഫ് നോട്ടിഫൈഡ് ഗുഡ്സ് ഈ സ്കീമിൽ വരില്ല എന്ന് പറഞ്ഞു. ആ നോട്ടിഫിക്കേഷൻ്റെ കണ്ടൻസാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? 8 ഐറ്റംസാണ്, 8 ഗുഡ്സാണ്. അതിൻ്റെ മാനുഫാക്ചറേഴ്സ്, അതിൻ്റെ ഡീലേഴ്സിന് കുഴപ്പമില്ല, അവർക്ക് ഈ സ്കീമിൽ വരാം. 1 ഐസ്ക്രീം ആൻഡ് എഡിബിൾ ഐസ്, 2 പാൻ മസാല, 3 ചാപ്റ്റർ 24 ഓൾ ഗുഡ്സ്, ടുബാക്കോ ആൻഡ് മാനുഫാക്ചർഡ് ടുബാക്കോ സബ്സ്റ്റിറ്റ്യൂട്ട്സ്, 4 അരീറ്റഡ് വാട്ടർ, 5 ഫ്ലൈ ആഷ് ബ്രിക്സ് ഓർ ഫ്ലൈ ആഷ് അഗ്രിഗേറ്റ് വിത്ത് 90% or more fly ash content, fly ash blocks, 6 bricks of fossil meals or similar siliceous earths, 7 building bricks, 8 earthen or roofing tiles. ഇത്തരം 8 ഗുഡ്സാണ് 14/2019 സെൻട്രൽ ടാക്സിൽ നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. ഈ നോട്ടിഫൈ ചെയ്ത 8 ഗുഡ്സിൻ്റെ മാനുഫാക്ചറേഴ്സിന് കോമ്പോസിഷൻ സ്കീം എലിജിബിൾ അല്ല. എന്നാൽ ഈ 8 ഗുഡ്സിൻ്റെ ഡീലേഴ്സിന് ഇത് ബാധകമാണ്, ഇതിൽ ഓപ്റ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ റേറ്റ്സ് പറയുന്ന റൂൾ 7-ലാണ്. ആദ്യത്തേത് മാനുഫാക്ചറേഴ്സ് 0.5% CGST പ്ലസ് 0.5% SGST. അത് ടോട്ടൽ ടേൺ ഓവർ ഇൻ സ്റ്റേറ്റിൻ്റെ 0.5% CGSTയും 0.5% SGSTയും, അങ്ങനെ ടോട്ടലായിട്ട് 1% ഓഫ് ടേൺ ഓവർ ഇൻ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി. അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് സർവീസസിന് 2.5% CGST and 2.5% SGST, total 5% of turnover in state. ഇനി അതർ സപ്ലയേഴ്സ്, മൂന്നാമത്തെ കാറ്റഗറി അതർ സപ്ലയേഴ്സ്, അത് ഡീലേഴ്സാണ്. ആദ്യം പറഞ്ഞത് മാനുഫാക്ചറേഴ്സ്, രണ്ടാമത് പറഞ്ഞ് റെസ്റ്റോറൻറ്റ് സർവീസസ്, മൂന്നാമത് പറയുന്നത് അതർ സപ്ലയേഴ്സ്, അതായത് മാനുഫാക്ചറും റെസ്റ്റോറൻറ്റ് സർവീസും അല്ലാത്ത ആളുകൾ. അതായത് ഗുഡ്സിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്.
അപ്പോൾ അത് അതർ സപ്ലയേഴ്സ് എന്ന് പറയുന്നത് ഡീലേഴ്സ് തന്നെയാണ്, ട്രേഡേഴ്സ്. അവരെ സംബന്ധിച്ചിടത്തോളം റേറ്റ് 0.5% CGST ആൻഡ് 0.5% SGST. അവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. നേരത്തെ 2 കാറ്റഗറിക്കും പറഞ്ഞത് ടേൺ ഓവർ ഇൻ സ്റ്റേറ്റ് ആണ്. എന്നാൽ ഈ കാറ്റഗറിക്ക് ഡീലേഴ്സിന് 0.5% പ്ലസ് 0.5%, ദാറ്റ് ഈസ് ടോട്ടൽ 1% ഓഫ് ടാക്സബിൾ സപ്ലൈസ് ഇൻ ദ സ്റ്റേറ്റ്. അപ്പോൾ എക്സംപ്റ്റഡ് സപ്ലൈസിൻ്റെ പെർസെൻറ്റേജ് വരണ്ട. മറ്റ് 2 കാറ്റഗറിയിലും ടേൺ ഓവർ ഇൻ സ്റ്റേറ്റ് എക്സംപ്റ്റഡ് ആണോ അല്ലേ എന്ന് നോട്ടില്ല. എന്നാൽ ഡീലേഴ്സിൻ്റെ കാര്യത്തിൽ ടോട്ടൽ 1% ഓഫ് ടാക്സബിൾ സപ്ലൈസ് ഇൻ ദ സ്റ്റേറ്റ്. ടാക്സബിൾ സപ്ലൈസിൻ്റെ മേൽ ടാക്സ് കൊടുത്താൽ മതി. എക്സംപ്റ്റഡ് സപ്ലൈസുമേ അത് ടേൺ ഓവർ ഇൻ സ്റ്റേറ്റിൽ വരില്ല, അതിൻ്റെ ടാക്സ് വരുന്നില്ല. മറ്റ് 2 കാറ്റഗറിയിലും എക്സംപ്റ്റഡ് ആണെങ്കിലും കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്താൽ, മാനുഫാക്ചറേഴ്സ് സംബന്ധിച്ചിടത്തോളം ആയാലും റെസ്റ്റോറൻറ്റ് സർവീസിനെ സംബന്ധിച്ചിടത്തോളം കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ടേൺ ഓവർ ഇൻ സ്റ്റേറ്റിന്മേയാണ് ടാക്സ് കൊടുക്കേണ്ടത്. എന്നാൽ ഡീലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടാക്സബിൾ സപ്ലൈസ് ഇൻ ദ സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയുമേ ടാക്സ് കൊടുത്താൽ മതി. ഇനി അടുത്ത റേറ്റ് പറയുന്നത് എക്സ്ക്ലൂസീവ് സർവീസ് പ്രൊവൈഡേഴ്സ്. സർവീസ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്നവരും സർവീസും ഗുഡ്സും പ്രൊവൈഡ് ചെയ്യുന്നവരും. ഇവർക്ക് ആദ്യത്തെ സ്കീം ബാധകമല്ല, അപ്പോൾ അവർക്ക് വേറെ സ്കീമാണ്. ആ സ്കീമിൻ്റെ റേറ്റ്, അതായത് സർവീസ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്നത് എക്സ്ക്ലൂസീവ് സപ്ലൈസ് ഓഫ് സർവീസസ്. അടുത്തത് സർവീസും ഗുഡ്സും ഒരുമിച്ച് സപ്ലൈ ചെയ്യുന്നവർ. അവരെ സംബന്ധിച്ചിടത്തോളം റേറ്റ് 3% പ്ലസ് 3%, CGST 3%, SGST 3%, ടോട്ടൽ 6% ഓഫ് ടേൺ ഓവർ ഇൻ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി. ഇവിടെയും ടേൺ ഓവർ ഇൻ സ്റ്റേറ്റ് ആണ്, ടാക്സബിൾ സപ്ലൈ അല്ല. ഇതിൽ IGST റേറ്റ്സ് പറയുന്നില്ല, കാരണം ഇൻ്റർ സ്റ്റേറ്റ് സപ്ലയേഴ്സ് ഈ സ്കീമിന് എലിജിബിൾ അല്ല. നിങ്ങൾക്ക് ഒരു ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ഉണ്ടെങ്കിൽ കോമ്പോസിഷൻ ലെവി ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആ റേറ്റ് ഇവിടെ പറയുന്നില്ല. ഇനി RCM സപ്ലൈസ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് 9(3) 9(4) റിവേഴ്സ് ചാർജ് ബാധകമായിട്ടുള്ള സപ്ലൈസ് നിങ്ങൾ റിസീവ് ചെയ്യുകയാണെങ്കിൽ അത് മറ്റേതൊരാളും കൊടുക്കുന്ന പോലെ തന്നെ നോർമൽ റേറ്റ്സ് അതിന് ബാധകമാണ്. നിങ്ങൾ ആ ടാക്സ് കൊടുക്കാൻ ബാധ്യതയുണ്ട്. പക്ഷേ ITC കിട്ടില്ല. ഒരു പ്രോഡക്റ്റിനും നിങ്ങൾക്ക് ITC, ഈ കോമ്പോസിഷൻ ലെവി ഓപ്റ്റ് ചെയ്യുന്ന ആൾക്ക് ITC ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടില്ല. ടാക്സ് വിൽ ഫോം പാർട്ട് ഓഫ് കോസ്റ്റ്. ഇനി അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്താണ്? സെക്ഷൻ 2 സബ്സെക്ഷൻ 6 ആണ് എന്താണ് അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ്? വാല്യൂ ഓഫ് ഓൾ ടാക്സബിൾ സപ്ലൈസ്. എന്നിട്ട് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നു എക്സ്ക്ലൂഡ്സ് RCM ഇൻവേർട്ട് സപ്ലൈസ്. അത് പറയേണ്ട കാര്യമില്ല, കാരണം ഇൻവേർട്ട് സപ്ലൈസ് നമ്മുടെ ഔട്ട്വേർഡ് സപ്ലൈ അല്ല. അപ്പോൾ ഓൾ ടാക്സബിൾ സപ്ലൈസ് ഔട്ട്വേർഡ് സപ്ലൈസ് ആണ് നമ്മൾ അഗ്രിഗേറ്റ് ടേൺ ഓവറിൽ കൂട്ടുന്നുള്ളൂ. എങ്കിലും ഒരു അബണ്ടൻറ്റ് കോഷൻ എന്നുള്ള നിലയ്ക്ക് RCM റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ റെസിപ്പിയൻ്റ് ടാക്സ് കൊടുക്കാൻ ബാധ്യതയുള്ള ഇൻവേർട്ട് സപ്ലൈസ് ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വാല്യൂ ഓഫ് ഓൾ ടാക്സബിൾ സപ്ലൈസ്, എക്സെംപ്റ്റ് സപ്ലൈസ്, എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഇന്റർ സ്റ്റേറ്റ് സപ്ലൈസ് ഓഫ് ഓൾ പേഴ്സൺസ് ഹാവിങ് സെയിം പാൻ കമ്പ്യൂട്ടഡ് ഓൺ ഓൾ ഇന്ത്യ ബേസിസ്. ഒരു പാനിൽ നിങ്ങൾക്ക് എത്ര രജിസ്ട്രേഷൻ ഇന്ത്യയിൽ മുഴുവനായിട്ടുണ്ടോ ആ രജിസ്ട്രേഷൻ്റെ മുഴുവൻ ആ രജിസ്ട്രേഷനിൽ നടത്തുന്ന എല്ലാ ടാക്സബിൾ സപ്ലൈസും, എല്ലാ എക്സെംപ്റ്റ് സപ്ലൈസും, എല്ലാ എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസും, എല്ലാ ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈസും അതിൻ്റെ വാല്യൂ അഗ്രിഗേറ്റ് ടേൺ ഓവറിൽ ഉൾപ്പെടും. എന്നാൽ എക്സ്ക്ലൂഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് എക്സ്ക്ലൂഷൻസ്? CGST, SGST, UTGST, IGST, കോമ്പൻസേഷൻ സെസ്. ഇവയൊന്നും അഗ്രിഗേറ്റ് ടേൺ ഓവറിൻ്റെ ഇൻഗ്രീഡിയൻ്റ് അല്ല. അവയൊന്നും അഗ്രിഗേറ്റ് ടേൺ ഓവറിൽ വരില്ല. അതായത് GST നിയമം അനുസരിച്ച് ഏതൊക്കെ ടാക്സ് ഈടാക്കുന്നുണ്ടോ അവയൊന്നും അഗ്രിഗേറ്റ് ടേൺ ഓവറിൻ്റെ ഡെഫിനേഷനിൽ വരില്ല. ഇനി അടുത്തത് കോമ്പോസിഷൻ സ്കീമിന് വേണ്ടി മാത്രം ചില കാര്യങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് സർവീസസ് ഓഫ് എക്സ്റ്റെൻഡിങ് ഡെപ്പോസിറ്റ്സ്, ലോൺസ് ഓർ അഡ്വാൻസസ്.
where consideration is interest or discount not taken into account for aggregate turnover. ഇത് ഓർഡർ നമ്പർ 1/2019 പ്രകാരം കോമ്പോസിഷൻ സ്കീമിന് വേണ്ടി മാത്രം അഗ്രഗേറ്റ് ടേൺ ഓവറിൽ നിന്ന് ഡെപ്പോസിറ്റ്സ്, ലോൺസ്, അഡ്വാൻസസ് അതിൻ്റെ ഇൻട്രസ്റ്റ് ഒഴിവാക്കിയിട്ടുണ്ട് അഗ്രഗേറ്റ് ടേൺ ഓവറിൽ നിന്ന്. ഇനി നേരത്തെ ആദ്യം പറഞ്ഞ സ്കീം ഗുഡ്സിനും എക്സ്ക്ലൂസീവ് സപ്ലയേഴ്സ് ഓഫ് ഗുഡ്സിനും റെസ്റ്റോറൻറ്റ് സർവീസ് സപ്ലയേഴ്സിനും ആയിട്ടാണ്. പിന്നീട് രണ്ടാമത് പുതിയൊരു സ്കീം കൊണ്ടുവന്നു കോമ്പോസിഷൻ സ്കീമിൽ. അത് ബാധകമാകുന്നത് സർവീസ് പ്രൊവൈഡേഴ്സിനാണ്. അതുപോലെ തന്നെ ഗുഡ്സും സർവീസും ഒരുമിച്ച് സപ്ലൈ ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ള ഒരു സ്കീം. അതാണ് സെക്ഷൻ 10 സബ്സെക്ഷൻ 2A. നേരത്തെ പറഞ്ഞ ഗുഡ്സിനും റെസ്റ്റോറൻറ്റ് സർവീസിനും പ്രീവിയസ് ഫൈനാൻഷ്യൽ ഇയറിലും കറണ്ട് ഫൈനാൻഷ്യൽ ഇയറിലും ത്രഷോൾഡ് ലിമിറ്റ് 1.5 crores പറഞ്ഞിരുന്നത്. 1.5 crores തലേ കൊല്ലമോ തലേ സാമ്പത്തിക വർഷത്തിലോ നടപ്പ് സാമ്പത്തിക വർഷത്തിലോ ക്രോസ് ചെയ്താൽ സ്കീമിൽ നിന്ന് ഔട്ടാവും. എന്നാൽ ഈ സർവീസ് പ്രൊവൈഡേഴ്സിനും മിക്സഡ് സപ്ലയേഴ്സിനുമുള്ള സെക്ഷൻ 10 സബ്സെക്ഷൻ 2A സ്കീം പ്രകാരം അവരുടെ ത്രഷോൾഡ് ലിമിറ്റ് അഗ്രഗേറ്റ് ടേൺ ഓവർ പ്രീവിയസ് ഫൈനാൻഷ്യൽ ഇയറിലായാലും കറണ്ട് ഫൈനാൻഷ്യൽ ഇയറിലായാലും 50 ലക്ഷത്തിൽ കൂടാൻ പാടില്ല. മറ്റെല്ലാ കണ്ടീഷൻസും സിമിലറാണ്. ടേൺ ഓവർ ഓഫ് സർവീസസിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഒരു മാറ്റമുള്ളൂ. കാരണം ആ 10% എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇതിൽ വരുന്നില്ല. കാരണം ഇവർ സർവീസസ് സപ്ലൈ ചെയ്യുന്നവരാണ്. അതേസമയം ഇവരുടെ ടേൺ ഓവർ കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിലും നടപ്പ് ഫൈനാൻഷ്യൽ ഇയറിലും 50 ലക്ഷത്തിൽ കൂടാൻ പാടില്ല. കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ 50 ലക്ഷത്തിൽ കൂടിയിട്ടുണ്ടെങ്കിൽ ഈ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കറൻറ്റ് ഫൈനാൻഷ്യൽ ഇയറിൽ എന്നാണോ 50 ലക്ഷം ക്രോസ് ചെയ്യുന്നത് ഈ സ്കീമിൽ നിന്നും ഓപ്റ്റ് ഔട്ട് ചെയ്യേണ്ടി വരും. ഇനി ഇവരുടെ റേറ്റ് നേരത്തെ പറഞ്ഞു വെച്ചതാണ്. 3% CGST പ്ലസ് 3% SGST, ടോട്ടൽ 6% ഓഫ് ടേൺ ഓവർ ഇൻ സ്റ്റേറ്റ്. ഓരോ രജിസ്ട്രേഷനും ഒരു ടേൺ ഓവർ ഇൻ സ്റ്റേറ്റ് പ്രകാരം 3 + 3% ടോട്ടൽ 6% ടാക്സ് കൊടുക്കണം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നോർമൽ റേറ്റ്സ് ഫോർ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ ഇവർക്ക് കിട്ടുന്ന ഇൻപുട്സിൻ്റെ അല്ലെങ്കിൽ ഇൻപുട്ട് സർവീസസിൻ്റെ നോർമലായിട്ടുള്ള മറ്റേതൊരു രജിസ്റ്റേർഡ് പേഴ്സണ് കൊടുക്കുന്ന പോലെ തന്നെ റിവേഴ്സ് ചാർജ് ബാധകമായിട്ടുള്ള സപ്ലൈസിന് ഇവർ അതേ റേറ്റിൽ തന്നെ ടാക്സ് കൊടുക്കണം. ഇവർക്കും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടില്ല. ഇനി ഇതിൻ്റെ ഒരു ബേർഡ്സ് ഐ വ്യൂ ആണ് റേറ്റ്സ് ഓഫ് കോമ്പോസിഷൻ ലെവി അറ്റ് എ ഗ്ലാൻസ്. കാറ്റഗറി സപ്ലൈസ്, manufacturers of goods except notified goods 0.5% plus 0.5% of turnover in state. Restaurant services 2.5% plus 2.5% of turnover in state. Any other suppliers of goods, dealers, അവയുടെ മാത്രം ചെറിയൊരു വ്യത്യാസമുള്ളത് 0.5% plus 0.5% of turnover of taxable supplies in the state. ഇനി അടുത്തത് നാലാമത്തെ കാറ്റഗറി എക്സ്ക്ലൂസീവ് സർവീസ് പ്രൊവൈഡേഴ്സ് ആൻഡ് മിക്സഡ് സപ്ലയേഴ്സ്. 3% പ്ലസ് 3% ഓഫ് ടേൺ ഓവർ ഇൻ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി. ഇനി ഈ സ്കീമിലേക്ക് എങ്ങനെയാണ് നമ്മൾ എൻ്റർ ചെയ്യുക? പേഴ്സൺസ് അപ്ലൈയിങ് ഫോർ രജിസ്ട്രേഷൻ. ഒരാൾ പുതിയ രജിസ്ട്രേഷൻ എടുക്കുകയാണ്. അയാൾക്ക് REG 1 അതായത് അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ്റെ പാർട്ട് ബിയിൽ ഐറ്റം 6 ഒരു കോളമുണ്ട്. അതിൽ ഈ കോമ്പോസിഷൻ ലെവിയിലേക്ക് അയാൾക്ക് ഓപ്റ്റ് ചെയ്യാം, പുതിയ രജിസ്ട്രേഷൻ എടുക്കുന്ന ആൾക്ക്. അതാണ് റൂൾ 3 പറയുന്നത്. എന്നാൽ ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഫൈനാൻഷ്യൽ ഇയറിൻ്റെ മിഡിൽ വെച്ച് ഈ സ്കീമിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. പുതുതായി രജിസ്ട്രേഷൻ എടുക്കുന്ന ആൾക്ക് മാത്രമാണ് മിഡിൽ ഓഫ് ദ ഫൈനാൻഷ്യൽ ഇയർ ഈ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി രജിസ്റ്റേർഡ് പേഴ്സൺ
ഓപ്റ്റിംഗ് ടു എൻ്റർ ദ സ്കീം, അയാൾ എന്ത് ചെയ്യണം? പ്രയർ ടു കമൻസ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ ഇയർ കമൻസ് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ മാർച്ച് 31 കൂടി അദ്ദേഹം GST CMP 02 എന്ന ഇൻറ്റിമേഷൻ ഫയൽ ചെയ്താൽ മാത്രമേ ഏപ്രിൽ 1 മുതൽ അദ്ദേഹത്തിന് ഈ സ്കീമിൽ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. ഇനി കോമ്പോസിഷൻ സ്കീമിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടില്ല. അപ്പോൾ അവരുടെ ഗുഡ്സ് ലൈയിങ് ഇൻ സ്റ്റോക്ക് ഉണ്ടാവാം, മാനുഫാക്ചർ ആണെങ്കിൽ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാവാം, റോ മെറ്റീരിയൽ ഉണ്ടാവാം. ഇവയിന്മേലുള്ള ITC ഒക്കെ റിവേഴ്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് കണക്ക് കൂട്ടാൻ വേണ്ടി ITC 03 വിത്തിൻ 60 ഡേയ്സ്, ഫൈനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്ത് വിത്തിൻ 60 ഡേയ്സ് ITC 03 അവർ ഫയൽ ചെയ്യണം. അത് ITC റിവേഴ്സ് ചെയ്യുകയും വേണം. ഇനി എനി ഇൻറ്റിമേഷൻ ബൈ രജിസ്റ്റേർഡ് പേഴ്സൺ എനി സ്റ്റേറ്റ് യൂണിയൻ ടെറിട്ടറി, ഏതെങ്കിലും ഒരു പാനിൽ ഉള്ള ഏതെങ്കിലും ഒരു രജിസ്ട്രേഷൻ ഹോൾഡർ കോമ്പോസിഷൻ സ്കീമിനുള്ള ഇൻറ്റിമേഷൻ കൊടുത്താൽ അത് എല്ലാ രജിസ്ട്രേഷനും ബാധകമാകും. ഇനി എങ്ങനെയാണ് സ്കീമിൽ നിന്ന് എക്സിറ്റ് ആവുന്നത്? ഈ സ്കീം ബാധകമാകുന്നത് കണ്ടീഷൻസ് ഫുൾഫില്ല് ചെയ്യപ്പെടുന്നത് വരെ മാത്രമാണ്. എപ്പോഴാണ് ഏതെങ്കിലും ഒരു കണ്ടീഷൻ വയലേറ്റ് ആവുന്നത് അല്ലെങ്കിൽ അതിൽ നിന്ന് മാറുന്നത്, ആ സമയത്ത് അതിനെ ട്രിഗർ ഇവൻ്റ് എന്ന് നമുക്ക് പറയാം. അന്ന് മുതൽ ഇദ്ദേഹം, ഈ രജിസ്ട്രേഡ് പേഴ്സൺ ഷുഡ് റിവേർട്ട് ബാക്ക് ടു ദ നോർമൽ ലെവി, റിവേർട്ട് ടു ദ നോർമൽ ലെവി അണ്ടർ സെക്ഷൻ 9. അത് കഴിഞ്ഞ് ഇഷ്യൂ ടാക്സ് ഇൻവോയ്സ് ഫോർ ടാക്സബിൾ സപ്ലൈസ് മെയ്ഡ് ദെയർ. റിവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം, ടാക്സ് കൊടുക്കണം. ഇൻറ്റിമേറ്റ് ആൻഡ് ഫോം GST CMP 04 വിത്തിൻ 7 days ഓഫ് ട്രിഗർ ഇവൻറ്റ്. ഈ ട്രിഗർ ഇവൻറ്റ് കഴിഞ്ഞാൽ എന്നാണ് നിങ്ങളതിൽ ഈ കണ്ടീഷൻ ഒരെണ്ണം ഒരു കണ്ടീഷൻ ഇല്ലാതാവുന്നത്, അന്ന് മുതൽ നിങ്ങളിതിന് എലിജിബിൾ അല്ല. ആ എലിജിബിൾ ആവുന്ന തീയതിയിൽ നിന്ന് 7 ദിവസത്തിനുള്ളിൽ GST CMP 04 വിത്ഡ്രോ ചെയ്യുന്നു എന്നുള്ള ഇൻറ്റിമേഷൻ പോർട്ടലിൽ കൊടുക്കണം. മാത്രമല്ല നിങ്ങൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടും. അപ്പോൾ അതിനുവേണ്ടി ITC 01 ഓഫ് സ്റ്റോക്ക് ഓഫ് ഇൻപുട്സ് കണ്ടെയ്ൻഡ് ഇൻ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ഓർ ഫിനിഷ്ഡ് ഗുഡ്സ് ഹെൽഡ് ബൈ ഹിം ഓൺ ദ ഡേറ്റ് ഓഫ് വിത്ഡ്രോവൽ ഫ്രം കോമ്പോസിഷൻ സ്കീം. അത് കൊടുക്കേണ്ടത് വിത്തിൻ 30 days ഓഫ് ദ ട്രിഗർ ഇവൻ്റാണ് ITC 01. അതെന്തിനാണ് ITC 01 കൊടുക്കുന്നത്? നിങ്ങൾ സ്കീമിൽ നിന്ന് പുറത്തു പോയാൽ നിങ്ങൾക്ക് ITC കിട്ടും. അപ്പോൾ എത്രയൊക്കെയാണ് നിങ്ങളുടെ ഇൻപുട്സ് അവിടെ കിടക്കുന്നത്, സെമി ഫിനിഷ്ഡ് ഗുഡ്സും എത്രയാണ് കിടക്കുന്നത്, റോ മെറ്റീരിയൽസും എത്രയാണ് കിടക്കുന്നത്, ഫിനിഷ്ഡ് ഗുഡ്സും എത്രയാണുള്ളത്, ഇതൊക്കെ കണക്കൂട്ടി നിങ്ങൾക്ക് ITC എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ് ITC 01 ഫയൽ ചെയ്യുന്നത്. അത് 30 ദിവസത്തിനുള്ളിൽ, ട്രിഗർ ഇവൻറ്റിന് 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ITC 01 കൊടുത്തിരിക്കണം. റിട്ടേൺസ് നേരത്തെ പറഞ്ഞ് ക്വാർട്ടർലിയാണ് ടാക്സ് കൊടുക്കേണ്ടത്. മാത്രമല്ല ITC ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ക്യാഷ് പേയ്മെൻറ്റാണ്. ഈ ക്യാഷ് രജിസ്റ്ററിലൂടെ നിങ്ങളുടെ ടാക്സ് ലയബിലിറ്റി ഡിസ്ചാർജ് ചെയ്യണം. അത് കൺസേൺഡ് ക്വാർട്ടർ കഴിഞ്ഞു വരുന്ന മാസത്തിൻ്റെ 18-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ ക്യാഷ് രജിസ്റ്ററിലൂടെ ടാക്സ് കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ ക്വാർട്ടർലി ആയിട്ട് നിങ്ങൾ CMP 08 സ്റ്റേറ്റ്മെൻറ്റ് അത് പാർട്ടായിട്ടും കൊടുക്കാം. നിങ്ങൾ ഇപ്പോൾ ജൂലൈ ഓഗസ്റ്റ് മാത്രമാണ്, അത് കഴിഞ്ഞ് സെപ്റ്റംബർ ആയപ്പോഴേക്കും നിങ്ങളുടെ എലിജിബിലിറ്റി കഴിഞ്ഞു, നിങ്ങൾ നോർമൽ ലെവിയിലേക്ക് മാറിയെങ്കിൽ ആ പാർട്ടിനുള്ള CMP 08 സ്റ്റേറ്റ്മെൻറ്റും കൊടുക്കാം. അപ്പോൾ ഈ CMP 08 സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കേണ്ട ഡേറ്റ് 18-ാം തീയതിക്കുള്ളിൽ, ലാസ്റ്റ് ഡേറ്റ് 18ആണ്. അതായത് ക്വാർട്ടർ കഴിഞ്ഞ് അടുത്ത മാസം, കൺസേൺഡ് ക്വാർട്ടർ കഴിഞ്ഞ് അടുത്ത മാസം 18-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ CMP 08 സ്റ്റേറ്റ്മെൻറ്റ്
ഫയൽ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ക്വാർട്ടർലി സ്റ്റേറ്റ്മെൻറ്റ്, ക്വാർട്ടർലി അല്ല, ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ്. ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ് GST 04-ൽ നിങ്ങൾ ഫൈനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് വരുന്ന ഏപ്രിൽ മാസം 30-ാം തീയതിക്കുള്ളിൽ GSTR 04 എന്ന ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്തിരിക്കണം. ഇനി മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ്, ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ് മറ്റെല്ലാവരും ബാധിക്കുന്ന ഒരു ആനുവൽ സ്റ്റേറ്റ്മെൻറ്റാണ് GSTR 09A. അത് ഫൈനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് വരുന്ന 31 ഡിസംബറിൽ കൊടുക്കേണ്ടതാണ്. എന്നാൽ ഈ GSTR 09 എക്സംപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അത് വേണമെങ്കിൽ കൊടുത്താൽ മതി, ഓപ്ഷനിലാണ്, വേണമെങ്കിൽ കൊടുക്കാം, കൊടുക്കാതിരിക്കുകയും ചെയ്യാം. ഇനി പേഴ്സൺ വിത്ഡ്രോയിങ് ഓപ്ഷൻ ഫ്രം കോമ്പൻസേഷൻ സ്കീം, അദ്ദേഹം എന്ത് ചെയ്യണം? ടു ഫർണിഷ് CMP 08 ഫോർ ദ പീരീഡ് ഫോർ വിച്ച് ഈ പെയ്ഡ് ടാക്സ്. നേരത്തെ പറഞ്ഞു തന്നെയാണ്, പാർട്ട് ആയിട്ട് നിങ്ങൾ ഒരു ചെറിയ പീരീഡ് മുഴുവൻ ഫൈനാൻഷ്യൽ ഇയറിലും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ മുഴുവൻ ക്വാർട്ടറിലും ഉണ്ടായിട്ടില്ല, ഒരു ക്വാർട്ടറിൻ്റെ പാർട്ടിൽ മാത്രമാണ് നിങ്ങൾ കോമ്പോസിഷൻ സ്കീമിൽ ഇരുന്നതെങ്കിൽ ആ പാർട്ടിന് മാത്രമായിട്ടും CMP 08 സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്യേണ്ടതാണ്. അതും ആ ക്വാർട്ടർ കഴിഞ്ഞ് വരുന്ന മാസത്തിൻ്റെ 18-ാം തീയതിക്കുള്ളിൽ അത് ഫയൽ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ആനുവൽ റിട്ടേൺ GSTR 04, നേരത്തെ പറഞ്ഞ ആനുവൽ റിട്ടേൺ തന്നെ പാർട്ടായിട്ട് മാത്രമേ നിങ്ങൾ ഈ സ്കീമിൽ ഇരുന്നിട്ടുള്ളൂവെങ്കിൽ പാർട്ടായിട്ടും ഫയൽ ചെയ്യാനുള്ള ബാധ്യതയുണ്ട്. അതും 30th ഏപ്രിലിനുള്ളിൽ, ഫൈനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് വരുന്ന ഏപ്രിലിൻ്റെ 30th നിങ്ങൾക്ക് അത് ഫയൽ ചെയ്യേണ്ട ബാധ്യതയുണ്ട്. താങ്ക് യു വെരി മച്ച്.